നമുക്ക് ചിലപ്പോൾ 1 മിനിറ്റ് വീഡിയോയിൽ നമ്മൾ ഷൂട്ട് ചെയ്യണത് ആ ഷൂട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇവൾ ഒരുങ്ങിയെടുക്കാൻ വേണ്ടി ഏകദേശം 2 മണിക്കൂറുള്ള സമയം അങ്ങനെ പോകും. 2 മണിക്കൂറോളം ഇവളുടെ ഒരുക്കം സഹിക്കണം. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇവള് തെറ്റിക്കണ എല്ലാം സഹിക്കണം. ഇതെല്ലാം എഡിറ്റ് ചെയ്ത് എൻ്റെ ഒരു ദിവസം ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇവളെ കൊണ്ട് സാധനം ചെയ്യിപ്പിച്ചെടുക്കുക. അതായത് മേക്കപ്പ് ഇതെല്ലാം കഴിഞ്ഞിട്ട് ഭയങ്കര അതുവരെ ഒരു ജാട എന്ത് 1 മിനിറ്റ് റീൽ എടുക്കാനാണ്. വന്നിട്ട് ഡയലോഗ് പറ, എന്തൊക്കെ ഡയലോഗ് അമ്മ വേർക്കാണ് മറ്റേ ടിഷ്യൂ ടച്ചപ്പ് എന്നൊക്കെ ടച്ചപ്പ് ഇങ്ങനെ ഈ വിളിയും ടിഷ്യൂ ഒക്കെ. അതിനാണ് ഈ ടിഷ്യൂ ഒക്കെ ഇതുപോലെ ഞാൻ വീഡിയോസിനകത്ത് ഇങ്ങനെ ഭയങ്കര ഒരു കല്യാണം കഴിച്ചാൽ കൊള്ളാം, അല്ലെങ്കിൽ എവിടെയോ ഇരിക്കുന്ന ഒരാൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു, നടക്കാത്ത അങ്ങനെയൊക്കെ പറഞ്ഞു. ഞാൻ എന്റെ ഒരു ആഗ്രഹം പറഞ്ഞു. പറ്റത്തില്ല. അതുകൊണ്ട് ഭയങ്കര ഫാൻസ് ഒക്കെ ആണല്ലോ. അത് സംഭവം എന്റെ മനസ്സിലുള്ള ആഗ്രഹം ഞാൻ വീട്ടിൽ പറയാണ്. ഞാൻ നേരിട്ട് ഇപ്പൊ എന്നെ കെട്ടിയിരെന്ന് പറഞ്ഞാൽ ആരെങ്കിലും കെട്ടിക്കോ ഇല്ല. അപ്പൊ ഞാൻ ഇതൊരു 1-2 കണ്ടന്റ് ആയിട്ട് അവതരിപ്പിച്ച് നോക്കിയിട്ട്, പക്ഷെ അവരത് കണ്ടന്റ് ആയിട്ട് മാത്രമേ കാണുന്നുള്ളൂ. അത് അവര് ശ്രദ്ധിക്കുന്നില്ല. അതിൽ ഉള്ളിൽ പോയിന്റ് ഉണ്ട്, അത് അവര് മൈൻഡ് ചെയ്യണം. പെൺകൊച്ച് എന്ന് പറയുമ്പോഴത്തേക്ക് നല്ല ഞാനാണ് കെട്ടണത് അല്ല, പോയിട്ട് ചേട്ടനെ നോക്കണം, അതാണ് ചേട്ടന്റെ ഒരു ആഗ്രഹം. നല്ല ശാലീന സുന്ദരിയായ ഒരു കൊച്ച് എന്നെ പൊന്നുപോലെ നോക്കണം, സ്നേഹിക്കണം. എന്നെ പൊന്നുപോലെ, അതായത് തന്നെ പൊന്നുപോലെ നോക്കണം. തിരിച്ചു നോക്കൂ, ഞാൻ നോക്കും എന്നല്ല, അല്ല ഞാൻ നോക്കിക്കോളാം, എനിക്ക് കുഴപ്പമില്ല. ഞാൻ അവളെയും പൊന്നുപോലെ നോക്കിക്കോളാം. അവളല്ലേ ചെലവിന് കൊടുക്കണം, അപ്പൊ നോക്കാതിരിക്കോ? പിന്നെ കൊച്ചാദ്യം വന്നിട്ട് അരുണേട്ട് എന്ന് വിളിച്ച് എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. അല്ലല്ല എനിക്കത് ജീവിതത്തിൽ കൊണ്ടുപോകാൻ കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഒന്നുമില്ല, ബാക്കി പിന്നെ നാടൻ പ്ലസ് മോഡ് ഈ സാധനം എനിക്ക് കിട്ടണം കേട്ടോ. അല്ല ആ കുട്ടി എനിക്ക് കിട്ടണം. ഓക്കെ. പിന്നെ നാടൻ പ്ലസ് മോഡേൺ ആയിട്ടുള്ള കുട്ടി, പ്ലസ് മോഡേൺ. അതായത് ഇടയ്ക്ക് നിൽക്കണം, അങ്ങോട്ടും ആവരുത് ഇങ്ങോട്ടും ആവരുത്, നടുകണ്ടത്തിൽ നിൽക്കണം. പിന്നെ എന്ന് പറയുമ്പോഴത്തേക്ക് ജോലി ഉണ്ടാവണം, അവൾ സ്വന്തം കാലിൽ നിൽക്കാൻ പഠിക്കണം. കാര്യം ഞാൻ ചിലപ്പോ എന്തോ ജോലി ഉണ്ടെന്ന് വരാം, ഇല്ലെന്ന് വരാം, ആർട്ടിസ്റ്റ് ആണല്ലോ, ചിലപ്പോ തെണ്ടി തിരിഞ്ഞെന്നും വരാം, പറയാൻ പറ്റൂല. എന്റെ ചേട്ടന്റെ കാര്യം പറയാൻ പറ്റൂല. ഇന്ന് എന്റെ അച്ഛൻ ചെയ്യുന്നത് നാളെ ചിലപ്പോ അവള് ചെയ്യേണ്ടി വരും, എന്നെ പോറ്റേണ്ടി വരും.